ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ അനുമോളുടെ അമ്മയും സഹോദരിയും വന്നിട്ടുണ്ടായിരുന്നു. 3 പേരുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ആര്യൻ, ജിസേൽ, അനുമോളുടെ. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള പരിപാടിയായിരുന്നു. നല്ല ഫാമിലി വീക്കാണല്ലോ, അതുകൊണ്ട് നല്ല ഒരു ബിഗ് ബോസ് എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ബിഗ് ബോസ് സീസൺ 7 അനുമോളുടെ ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. ലാലേട്ടനും ബിഗ് ബോസും ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലും കണ്ടന്റ് അനുമോൾ ഉണ്ടാക്കി തരേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കണം കണ്ടന്റ് എന്നൊക്കെ ലാലേട്ടൻ വന്നിട്ട് വീക്കിലി വന്ന് പറയുകയാണെങ്കിലും വീക്കിലി എപ്പിസോഡിലൊന്നും ഡയലോഗ് അടിക്കാറുണ്ട് ലാലേട്ടൻ. പക്ഷേ അനുമോളുടെ തോളിൽ തന്നെയാണ് ബിഗ് ബോസ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് ഇന്നലത്തെ പ്രൊമോയിലും മനസ്സിലായതാണ്. ഇന്നലെ ഇവർ ചെയ്ത തെണ്ടിത്തരത്തിലും മനസ്സിലായതാണ്. കാരണം ഡോറ് തുറക്കുന്ന സമയത്ത് ഈ ഫാമിലി വരും, അവരെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് ടാസ്ക് ചെയ്ത ശേഷം പിന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് ബിഗ് ബോസ് ഫസ്റ്റ് പറഞ്ഞത്. ബാക്കി 2 പേരുടെയും ചെയ്യുന്ന സമയത്ത് അതുപോലെ ചെയ്തു. അനുമോളെ മാത്രം ഡോറിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയ ശേഷം സോങ്ങും വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അനുമോളോട് പോയി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്നാം തരം ചെറ്റത്തരവും തെണ്ടിത്തരവുമാണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന് അനുമോളെ കരയിച്ചാലേ ചാനൽ റേറ്റിംഗ് കൂടുകയുള്ളൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് ലാലേട്ട എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് കംപ്ലീറ്റ് അനുമോളുടെ തോളിലാണ് ബിഗ് ബോസ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നലെ അതിൽ ഫാമിലി വന്നു. അനുമോളുടെ കാര്യം മാത്രം നമുക്ക് പറയാം. അനുമോളുടെ ഫാമിലി വന്നപ്പോൾ സഹോദരിയും വന്ന് ഒരു നല്ല ജെനുവിൻ ഫാമിലി, നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ഒരാളുകളെ പോലെ തോന്നി. കാരണം എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കരയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പുറത്തുള്ള കാര്യങ്ങളൊന്നും മെയിനായിട്ട് അകത്ത് വന്നിട്ട് പറഞ്ഞില്ല. പിന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സംസാരിച്ചിട്ടൊക്കെ പോയത്. അനീഷിനോട് മാത്രം കുറച്ച് ഡിസ്റ്റൻസ് ചെയ്യുന്ന പോലെ തോന്നി. കാരണം അനീഷിൻ്റെ ആളുകളാണ് തോന്നുന്നത്, നമ്മുടെ PR വർക്കേഴ്സാണ് അനുമോളിലെ ഡിഗ്രേഡ് ചെയ്യുന്നതൊക്കെ ഒരു വാർത്തയുണ്ട് പുറത്ത്. കാരണം അവിടെ ഏകദേശം ഫൈനൽ 5 ഉറപ്പിക്കാവുന്ന ആൾക്കാരാണ് നമ്മുടെ അനീഷ്, ഷാനവാസ്, പിന്നെ അക്ബർ, അനുമോള്, പിന്നെ വേറെ ആരെങ്കിലും അതിലെയാണ് നൂറ് ആരെങ്കിലും വരികയായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരികയായിരിക്കും. അപ്പോൾ 5 ആര്യനുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ എന്തായാലും ഈ 3-4 പേര് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അനുമോളിന് പുറത്ത് ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഷാനവാസിനും ഫാൻസ് നിറയുണ്ട്. അക്ബറിനെ പിന്നെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്യുകയും ചെയ്യും. അപ്പോൾ പറയാനുള്ളത് അതുകൊണ്ടാണ് ഇതൊന്നും അനീഷിനോട് മാത്രം ഇങ്ങനെ ചെയ്തത്. എന്തായാലും ബിഗ് ബോസ് ഒരു കാര്യം ഉറപ്പിക്കാം, ബിഗ് ബോസ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ, കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാഫറിനെ മുന്നോട്ട് കൊണ്ടുവന്ന് അവസാനം കരിവേപ്പിലിനെ പോലെ തഴുകി പിന്നെ പ്രാന്തൻ മന്തൻ ഗുണ്ടൻ മറ്റേവന് ഒരു എന്താ പറയുക, അവനെന്ത് പറയണമെന്നറിയില്ല. ഏറ്റവും മോശം വിന്നർ ആണ് ജിൻഡോ. അവനെ കൊണ്ട് വിന്ന് ചെയ്യിപ്പിച്ചു. അവനെയൊക്കെ വോട്ട് ചെയ്ത് പിന്നെ ചെള്ളയ്ക്ക് കൊടുക്കാണ്ട് ആളില്ലാണ്ടാണ്. എന്നാൽ ജാസ്മിൻ എന്നെ കിട്ടിയതാണെങ്കിൽ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ജാസ്മിൻ നല്ലതായതുകൊണ്ടോ അങ്ങനെ എന്തുകൊണ്ടല്ല, പക്ഷേ ജിൻഡോനെ കാട്ടിയും എന്തുകൊണ്ടും യോഗ്യത ജാസ്മിനാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അനുമോളെയും ഇപ്പോൾ ഇവർ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ വെച്ചിട്ട് കോണ്ടന്റ് ഉണ്ടാക്കി അവസാനം അനുമോളെ കറിവേപ്പില പോലെ കളയാതിരുന്ന, കറിവേപ്പിലയ്ക്കും ഒരു ഇതുണ്ട്, അതിനെക്കാട്ടി മോശമായി കളയാതിരുന്ന ഭാഗ്യം. എന്തായാലും ഇന്നലത്തെ നല്ലൊരു രസമായിരുന്നു. ആ എപ്പിസോഡ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ നല്ല അനുമോളെ എല്ലാവരും, കാരണം വരുന്നവരെല്ലാവരും ഫസ്റ്റത്തെ 2 അവരെ ആര്യൻ്റെ അമ്മ വന്നിട്ടാണേലും അനുമോളെ വന്ന് കെട്ടിപ്പിടിച്ചു. ഭയങ്കരമായിട്ട് നടന്നു. അതുപോലെ ജിസേലിൻ്റെ ആണെങ്കിലും ശരി, പിന്നെ സ്വന്തം അമ്മ പിന്നെ പറയണ്ടല്ലോ, സഹോദരിയും. അപ്പോൾ എന്തിനൊരു ക്ലൂ പോലും കൊടുക്കാതെ മുന്നോട്ട് പോയി, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്തായാലും പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചു, അനീഷിനോട് ഒരു അകൽച്ചയുണ്ട്. പക്ഷേ അതൊക്കെ അനുമോള് കൂടുതലായിട്ട് നടക്കുന്ന ആദില നൂറയോടാണ്. അവരോട് ഈ ആര്യൻ്റെ അമ്മ ചെയ്ത പോലെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് ദത്തെടുക്കുന്നൊന്നും പറഞ്ഞില്ല. ആര്യൻ്റെ അമ്മ വന്നിട്ട് ഞാൻ ദത്തെടുക്കുകയാണ്, ഈ 2 മക്കളെ, എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ആര്യൻ്റെ വോട്ട് കിട്ടും, ഇവരുടെ ഫാൻസിൻ്റെ വോട്ട് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് നമുക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. അതോ ഇനി മറ്റേ ശരിക്കും ജെനുവനായിട്ട് പറഞ്ഞതെന്തോ, ദത്തെടുത്തതെന്തോ 2 മക്കളെ, സ്വന്തം അമ്മയും അച്ഛനൊന്നും ദത്തെടുക്കുന്നുണ്ടല്ലോ, വരുന്നില്ലല്ലോ, അതുകൊണ്ട് എടുക്കുകയാണെന്ന് അറിയില്ല. നിങ്ങളൊന്നും ദത്തെടുക്കണ്ടെന്നേ അവരെ നിങ്ങൾ ചുമ്മാ വെറുതെ വിട്ടാൽ മതി, അവർ ജീവിച്ചോളും, നല്ല രീതിക്ക് ജീവിച്ചോളും. അവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ അച്ഛനും അമ്മയോടും വെറുപ്പായിട്ട് കൂടുതൽ വെറുക്കാൻ വേണ്ടി നിങ്ങൾ ഇട നൽകാതിരുന്നാൽ മതി.
എപ്പോഴെങ്കിലും. പിന്നെ അവർക്ക് വേദന ഉണ്ടായില്ലേ അച്ഛനും അമ്മയ്ക്ക് ഇവരിങ്ങനെ പോകും, നമുക്കുണ്ടായില്ലേ വേദന, നമ്മുടെ മക്കളിങ്ങനെ ലെസ്ബിയനായിട്ട് പോയാൽ ഗേ ആയിട്ട് പോയാൽ ആ വിഷമത്തിൽ അവരുണ്ടാവും. പിന്നെ അവർക്ക് കൂടുതൽ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ല. അതിലെ 100-2 പേരും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് വീട്ടിലുള്ള അച്ഛനും അമ്മനെയും സഹോദരന്മാരെയും എല്ലാവരും ഞങ്ങളുടെ അച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ ആ ഒരു വേദനയൊക്കെ അവർക്കുണ്ടാവും. അതൊക്കെ സത്യമാണോ ഇല്ലയെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇവർ വിജയിക്കാൻ വേണ്ടി പറഞ്ഞതാണോ, ഇവർ എന്തിനെങ്കിലും വേണ്ടി പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവരുടെ അച്ഛനമ്മയും വരാത്തത്. പിന്നെ ഇപ്രാവശ്യം വന്ന് പോട്ടെ, അത് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആര്യൻ്റെ അമ്മ ഭയങ്കരമായിട്ട് വരുന്ന രണ്ടുപേരും ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ അനുമോളുടെ അമ്മ ചേർത്ത് പിടിക്കുന്നതായിട്ട് കണ്ടില്ല. കൂടുതൽ സംസാരിച്ചെന്ന് തോന്നുന്നു, കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് അടുപ്പ് ഇവർ. കാരണം അനുമോൾ ഫുള്ളി 24 hours ഇവരുടെ കൂടെയാണല്ലോ, ആദിലനോറുടെ കൂടെയാണല്ലോ. പക്ഷെ അത്രയ്ക്ക് ഡീപ്പായിട്ട് കണ്ടില്ല. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെ വന്നപ്പോൾ ഉള്ളതുപോലെയല്ല നമ്മുടെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും വന്നില്ലേ, അവർ വരുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ മനസ്സിൽ തോന്നി അതേപോലെ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസ് എന്തായാലും വീണ്ടും വീണ്ടും തെളിയിച്ചു അനുമോളാണ് ബിഗ് ബോസിൻ്റെ മെയിൻ കോണ്ടന്റ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.